പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ കുരുക്കം മുറുകുകയാണ്. CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നു വിജിലൻസ്. KM ഉമേഷ് കൂടി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ഉമേഷ്, ഇപ്പോഴും വി ഡി സതീശന്റെ പ്രതികരണം നമ്മൾ ആരാഞ്ഞപ്പോൾ, മാധ്യമപ്രവർത്തകർ ആരാഞ്ഞപ്പോൾ തനിക്ക് ഇതിൽ യാതൊരുവിധ പങ്കുമില്ല, ഈ കേസ് തന്നെ നിലനിൽക്കില്ല, അത് നേരത്തെ തന്നെ വിജിലൻസ് കണ്ടെത്തിയതാണ്. ഇപ്പോൾ വന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലം അടുത്തതുകൊണ്ട് LDF സർക്കാരിന്റെ ഒരു പ്രതികാരം എന്ന നിലയ്ക്കാണ് ഈ ഒരു ശുപാർശ വന്നിരിക്കുന്നത് എന്നാണ് വി ഡി സതീശന്റെ ഇക്കാര്യത്തിലുള്ള പ്രതികരണം. അതങ്ങനെയാണോ? ഈ കേസിന്റെ നാൾ വഴികളിലേക്കൊന്ന് പോയാൽ. വിനിഷ, ഈ 2018 പ്രളയത്തിന് ശേഷം തൻ്റെ മണ്ഡലത്തിൽ ഈ പ്രളയ പുനരധിവാസ പദ്ധതി നടപ്പാക്കുന്നു എന്ന പേരിലാണ് ഈ പുനർജനി എന്ന പേരിലൊരു ട്രസ്റ്റ് ഉണ്ടാക്കി ഈ പദ്ധതി വി ഡി സതീശൻ ആരംഭിക്കുന്നത്. ഈ പദ്ധതിയുടെ പേരിൽ വ്യാപകമായ അഴിമതി നടക്കുന്നുണ്ട് എന്ന് പല കോണിൽ നിന്ന് അന്നേ തന്നെ പരാതി ഉയർന്നിരുന്നു. ഇതിനുശേഷം പിന്നീട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CPI നേതാവായിരുന്ന P. രാജു, അദ്ദേഹം അന്തരിച്ചു. P. രാജു ഒപ്പം കാതിക്കുടം ആക്ഷൻ കൗൺസിൽ അടക്കമുള്ളവരാണ് ഈ പുനർജനി തട്ടിപ്പിലെ അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസിനെ സമീപിക്കുന്നത്. അവർ ചൂണ്ടിക്കാണിച്ചത് ഈ 2018 ഒക്ടോബറിൽ ലണ്ടനിലെ ബർമിംഗ്ഹാമിൽ നടന്നൊരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഈ വി ഡി സതീശൻ ഈ പണം ആവശ്യപ്പെട്ട് പ്രസംഗിക്കുന്നു, അതിൻ്റെ വീഡിയോ അടക്കം അവർ അന്ന് ഹാജരാക്കുകയും ചെയ്തു. ഈ ആദ്യഘട്ടത്തിൽ ഈ വീഡിയോ വരുന്നതിന് മുൻപ് വി ഡി സതീശൻ പറഞ്ഞിരുന്നത് അവിടെ പോയത് യഥാർത്ഥത്തിൽ ഇങ്ങനെ പണം പിരിക്കുന്നതിന് വേണ്ടിയല്ല, കാലാവസ്ഥാ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് അവിടെ പോയത്, അങ്ങനെ പണം നൽകണം എന്നാവശ്യപ്പെട്ടിട്ടില്ല എന്നൊക്കെ അന്ന് വി ഡി സതീശൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇതിനുശേഷം അന്നത്തെ തളിപ്പറമ്പ് MLA ആയിരുന്ന ജെയിംസ് മാത്യു അടക്കം വി ഡി സതീശൻ ഈ പണം ആവശ്യപ്പെട്ട് പ്രസംഗിക്കുന്നതിനടക്കം വീഡിയോ നിയമസഭയിലടക്കം ഹാജരാക്കുന്ന സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് അന്ന് വി ഡി സതീശൻ പറഞ്ഞത് ഓരോരുത്തരും, ഇവിടെയുള്ള ഓരോരുത്തരും 500 പൗണ്ട് വീതം നൽകണം എന്നായിരുന്നു അന്ന് വി ഡി സതീശൻ പറഞ്ഞത്. അന്നത്തെ മൂല്യം അനുസരിച്ച് 48,300 രൂപ വീതം ഓരോരുത്തരും നൽകണം എന്ന് പരസ്യമായി വി ഡി സതീശൻ ആവശ്യപ്പെടുകയാണ്. ഇക്കാര്യം പിന്നീട് പറവൂരിൽ ഒരു വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ആ ഘട്ടത്തിലും വി ഡി സതീശൻ അത് പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട തെളിവുകളടക്കം പരിശോധിച്ചുകൊണ്ടാണ് വിജിലൻസ് ഇതിൽ ആദ്യഘട്ടത്തിലൊരു പ്രാഥമിക അന്വേഷണം നടത്തിയത്. ഈ പ്രാഥമിക അന്വേഷണം നടത്തിയത് അന്നത്തെ വിജിലൻസ് സ്പെഷ്യൽ സെൽ SP KE ബൈജു ആണ്. അദ്ദേഹം ഒരു റിപ്പോർട്ട് തയ്യാറാക്കി വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറി. വിജിലൻസ് ഡയറക്ടർ അത് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി വഴി സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തു. പ്രാഥമിക അന്വേഷണത്തിൽ ഈ MLA കുറ്റക്കാരനാണ് എന്ന കണ്ടെത്തൽ തന്നെയായിരുന്നു അന്ന് വിജിലൻസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതുകൊണ്ടാണ് വളരെ വിശദമായ അന്വേഷണം നടത്തുകയും ഇപ്പോൾ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. കാരണം ഇത് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണ പരിധിയിൽ വരുന്നതാണ്. 1 കോടിക്ക് മുകളിലൊക്കെ അഴിമതി നടക്കുമ്പോൾ അത് ആ പരിധിയിൽ വരുന്ന ഒന്നാണ് എന്നുള്ളതുകൊണ്ടാണ് ആ തരത്തിലൊരു ശുപാർശ ഇപ്പോൾ വിജിലൻസ് നൽകിയിരിക്കുന്നത്. ഈ വിജിലൻസിൻ്റെ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ വിജിലൻസ് FIRൻ്റെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ഇതിൽ പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തിയതാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിനിടെ പരാതിക്കാരനായ ജെയ്സൺ പാനിക്കുളങ്ങരയുടെ അടക്കം വിശദമായ മൊഴി രേഖപ്പെടുത്തി. EDക്ക് മുമ്പിലും ഈ പറയുന്ന പ്രധാനപ്പെട്ട തെളിവുകളടക്കം അന്ന് പരാതിക്കാരൻ ഹാജരാക്കുകയും ചെയ്തു. അതിൽ വിശദമായ അന്വേഷണം ഇപ്പോൾ നടന്നു വരികയുമാണ്. ഈ പരസ്യമായി പണം പിരിക്കുന്നു, അത് അക്കൗണ്ടിലേക്ക് എത്തിച്ചു എന്നുള്ളതിൻ്റെ അടക്കം തെളിവുകളൊക്കെയാണ് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ വിദേശ സംഭാവന സ്വീകരിക്കുന്നതിൽ ആ നിയമം തെറ്റിച്ചു, FCRA നിയമത്തിൻ്റെ ലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കണ്ടെത്തലായി വരുന്നത്. ഇത് പ്രധാനപ്പെട്ട ഒരു അഴിമതിയാണ് ഈ പ്രളയ പുനരധിവാസവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് എന്ന് പറയുന്നത്. ഇതുകൂടാതെ ഈ പറവൂർ മണ്ഡലത്തിൽ തന്നെ മറ്റ് ഒട്ടേറെ അഴിമതികൾ നടത്തിയതിൻ്റെ പ്രധാനപ്പെട്ട തെളിവുകൾ അടക്കം വന്നിരുന്നു. അതിന് ഇരകളായവരുടെ പ്രതികരണമടക്കം നമുക്ക് ലഭിച്ചിരുന്നതുമാണ്. അതിൽ മറ്റൊരു തട്ടിപ്പെന്ന് പറയുന്നത് ഈ വിധവ ഉൾപ്പെടുന്ന ചില കുടുംബങ്ങൾക്ക് ഇത്തരത്തിൽ വീട് നിർമ്മിച്ച് നൽകാം എന്ന് പറഞ്ഞ് പറ്റിച്ചു എന്നുള്ളതായിരുന്നു അന്ന് അവരടക്കം നേരിട്ട് ആരോപിച്ചത്. അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഏതാണ്ട് 7 വർഷം മുമ്പാണ് ഇങ്ങനെ വീട് വയ്ക്കാൻ സഹായം തേടിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ പറവൂർ മണ്ഡലത്തിലെ തന്നെ ചിലർ വി ഡി സതീശനെ സമീപിക്കുന്നു. പുനർജനി പദ്ധതി പ്രകാരം 4 കുടുംബങ്ങൾക്ക് താമസിക്കാൻ ഫ്ലാറ്റ് നിർമ്മിച്ച് നൽകാം എന്നുള്ളതായിരുന്നു വി ഡി സതീശൻ്റെ വാഗ്ദാനം. ഇതിന് ഭൂമി കണ്ടെത്തി നൽകിയാൽ ആ ഭൂമിയിൽ ഇത്തരത്തിൽ ഫ്ലാറ്റ് നിർമ്മിക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തൃക്കാക്കര സ്വദേശിയായ വത്സലകുമാർ എന്ന് പറയുന്നയാൾ പറവൂർ ചിറ്റാറ്റുകര പഞ്ചായത്ത് 10ാം വാർഡിൽ ഉൾപ്പെടുന്ന പറയാട് 5 സെൻറ്റ് ഭൂമി ഈ കുടുംബങ്ങൾക്കായി വാങ്ങി നൽകുകയും ചെയ്തു. അത് പുനർജനി ട്രസ്റ്റിൻ്റെ പേരിൽ എഴുതി നൽകുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ആ ട്രസ്റ്റിൻ്റെ പേരിൽ ഭൂമിയാക്കി, പക്ഷേ വീട് യാഥാർത്ഥ്യമായില്ല. ഇത് അന്ന് ആ 4 കുടുംബത്തിലുള്ളവരും
ഇത് വലിയ ആക്ഷേപമായി പറയുകയുണ്ടായി. ഇക്കാര്യം വി ഡി സതീശൻ്റെ അടക്കം ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും അദ്ദേഹം ഇതുവരെയും തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്. അവർ ഈ വീട് വരും എന്ന് വിചാരിച്ച് വാടക വീട്ടിലേക്കൊക്കെ മാറുകയുണ്ടായി. ആ വാടക കുടിശ്ശികയാകുന്നു. അത്തരത്തിൽ വലിയ ദുരിതം അവർ അനുഭവിക്കുന്ന സാഹചര്യം അന്ന് കണ്ടതാണ്. ഇതുകൂടാതെ ഈ പുനർജനി ട്രസ്റ്റിൻ്റെ പേരിൽ നടന്ന മറ്റൊരു തട്ടിപ്പെന്ന് പറയുന്നത് വി ഡി സതീശൻ്റെ മണ്ഡലമായ പുത്തൻവേലിക്കരയിൽ, പറവൂരിലെ പുത്തൻവേലിക്കര എളന്തിക്കരയിൽ ശാരദാ വിദ്യാ മന്ദിർ ട്രസ്റ്റ് സൗജന്യമായി നൽകിയ 15 സെൻറ്റിൽ ഒരു ഹാബിറ്റാറ്റ്, അതായത് ഹാബിറ്റാറ്റ് ഫോർ ഹ്യൂമാനിറ്റി എന്ന അന്താരാഷ്ട്ര സംഘടനയുടെ സഹായത്തോടെ ഫ്ലാറ്റ് നിർമ്മിക്കാം എന്നുള്ളതാണ് പിന്നീട് നൽകിയ ഒരു വാഗ്ദാനം. അത് ഭവനരഹിതരായ 12 കുടുംബങ്ങൾക്ക് താമസിക്കുന്നതിന് വേണ്ടിയാണ് അത്തരത്തിലൊരു വാഗ്ദാനം നൽകിയത്. എന്നാൽ അവിടെ കല്ലിട്ടതല്ലാതെ ഒന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ സ്ഥലത്തടക്കം നമ്മൾ പോയിരുന്നു. അവിടെ DYFIയുടെ അടക്കം വലിയ പ്രതിഷേധം ആ ഘട്ടത്തിൽ ഉണ്ടായതാണ്. ഇതുകൂടാതെ ചിറ്റാരിക്കര പഞ്ചായത്തിൽ, പറവൂർ മണ്ഡലത്തിൽ ചിറ്റാരിക്കര പഞ്ചായത്തിലെ 8-ാം വാർഡിൽ താണിപ്പാടത്ത് ഈ വി ഡി സതീശൻ ക്രമവിരുദ്ധമായി MLA ഫണ്ട് ചെലവഴിച്ച് റോഡ് നിർമ്മിച്ചു എന്നൊരാരോപണം. ആ ആരോപണത്തിലും വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട്. അതിൽ അന്ന് നാട്ടുകാരും വലിയ പ്രതിഷേധവുമായി വന്നതാണ്. അതായത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടത്തേക്ക് ഒരു റോഡ് നിർമ്മിച്ച് നൽകണം എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. എന്നാൽ ഒരേ ഒരു വീട് മാത്രമുള്ള സ്ഥലത്തേക്ക് ഈ റോഡ് നിർമ്മിച്ച് നൽകി എന്നുള്ളതാണ് ആക്ഷേപം. അതിൽ ഒരു ദുരൂഹതയുണ്ട്. മാത്രമല്ല പഞ്ചായത്തിൻ്റെ ആസ്തി രജിസ്റ്ററിൽ ഇങ്ങനെ ഒരു റോഡിനെക്കുറിച്ച് വിവരം ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് അന്ന് നാട്ടുകാർ പറഞ്ഞത്. ഇത് ഈ പുനർജനി ട്രസ്റ്റിൻ്റെ പേരിൽ നടന്ന തട്ടിപ്പുകൾ എന്തൊക്കെയെന്നറിയാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇത്തരത്തിൽ വലിയ അഴിമതി ഈ പുനർജനി ട്രസ്റ്റിന് കീഴിൽ ഈ പുനർജനി പദ്ധതിയുടെ പേരിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാകുന്നതാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ. വിനീഷ, അപ്പോൾ കൃത്യമായ ഇത്തരം കണ്ടെത്തലുകൾ തന്നെയാണ് വിജിലൻസിന്റെ റിപ്പോർട്ടിലുള്ളത്. വി ഡി സതീശൻ ഇപ്പോൾ ആരോപിക്കുന്നത് പോലെ ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കോൺഗ്രസിനെതിരെ, വിശിഷ്യ UDFനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികാര നടപടിയല്ല. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്, ഫണ്ട് തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന കൃത്യമായ തെളിവുകൾ, കണ്ടെത്തലുകളാണ് ഈ വിജിലൻസ് റിപ്പോർട്ടിലുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാകണം CBI അന്വേഷണം. അത് വിജിലൻസിൻ്റെ അന്വേഷണ പരിധിയിൽ, സംസ്ഥാന സർക്കാരിൻ്റെ വിജിലൻസിൻ്റെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുന്ന ഒരു കേസല്ല. വിദേശത്ത് പോയി ഫണ്ട് തട്ടിച്ചതുമായി ബന്ധപ്പെട്ട കേസായതിനാൽ തന്നെയാണ് CBI അന്വേഷണത്തിലേക്ക് ഒരു ശുപാർശ ഇപ്പോൾ വിജിലൻസിൻ്റെ ഭാഗത്തു നിന്ന് പോകുന്നത്. അങ്ങനെ വേണ്ടേ മനസ്സിലാക്കാൻ ഉമേഷ്? അതെ, അങ്ങനെ തന്നെയാണ് വിനീഷ. ഇതിൽ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കണ്ടെത്തൽ, അതായത് ഇതിലെ പരാതിക്കാരൻ അദ്ദേഹത്തിന് ജെയ്സൺ പാനിക്കുളങ്ങരയ്ക്ക് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച ഒരു മറുപടിയുണ്ട്. അത് ഈ പ്രളയബാധിതർക്കായി വിദേശത്ത് പോയി പണം പിരിക്കാൻ വി ഡി സതീശന് അനുവാദം കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു. അതിന് അനുവാദം കൊടുത്തിട്ടില്ല എന്ന് അങ്ങനെ അനുവാദം കൊടുത്തിട്ടില്ല എന്നുള്ളത് വിദേശകാര്യ മന്ത്രാലയം 2020 ഒക്ടോബർ 21 തന്നെ വിവരാവകാശ നിയമപ്രകാരം ഒരു മറുപടി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു അനുമതി ഇല്ലാതെ വി ഡി സതീശൻ ഇത്തരത്തിലൊരു ആവശ്യത്തിനല്ല, അനുമതിയില്ലാതെ വി ഡി സതീശൻ വിദേശയാത്ര നടത്തിയെന്നും അവിടെ നിന്ന് ചട്ടം ലംഘിച്ചുകൊണ്ട് ഈ വിദേശ പണം കൈപ്പറ്റി ഈ നാട്ടിലേക്ക് എത്തിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ, അത് തെളിയിക്കുന്ന പ്രധാനപ്പെട്ട സുപ്രധാനമായ തെളിവുകൾ തന്നെയാണ് വിജിലൻസിൻ്റെ പക്കൽ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത് CBI അന്വേഷിക്കണം എന്ന വിലയിരുത്തലിലേക്ക് ഈ വിജിലൻസ് എത്തുകയും അത്തരത്തിലൊരു ശുപാർശ നൽകുകയും ചെയ്തത്. അപ്പോൾ പരസ്യമായ ലംഘനം, ചട്ടങ്ങളുടെ ലംഘനം നടന്നിട്ടുണ്ട് എന്നുള്ളത് വിജിലൻസ് കണ്ടെത്തുന്നു. അതിൻ്റെ ചില തെളിവുകളാണ് ഞാൻ പറഞ്ഞത്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട നടന്ന തട്ടിപ്പുകൾ, സതീശൻ്റെ മണ്ഡലത്തിൽ ഉൾപ്പെട്ടവർ തന്നെ അതുമായി ബന്ധപ്പെട്ട അവരുടെ പ്രയാസങ്ങൾ അന്ന് പറഞ്ഞതാണ്. ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന പ്രശ്നങ്ങൾ, ഭവനരഹിതരായ ആളുകൾ വീട് നിർമ്മിച്ച് നൽകാം എന്ന് പറഞ്ഞ് കബളിപ്പിക്കപ്പെട്ടവരൊക്കെ ആ മണ്ഡലത്തിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അത് തന്നെ പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ് ആ തട്ടിപ്പിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത്. പലയിടത്തും ഫ്ലാറ്റ് നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞ് അതിപ്പോഴും യാഥാർത്ഥ്യമാകാത്ത അവസ്ഥ, തറക്കല്ലിട്ടത് അതുപോലെ തന്നെ കിടക്കുന്നു. അങ്ങനെ ഒട്ടേറെ അഴിമതികൾ ഉണ്ടായിരിക്കുന്നു. ഒപ്പം ഇങ്ങനെ ചട്ടം ലംഘിച്ച് വിദേശയാത്ര നടത്തിയത് അത് ചട്ടലംഘനമായിരുന്നു എന്ന് തെളിയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട തെളിവുകൾ ഒക്കെ വി ഡി സതീശനെതിരെ ശക്തമായി തന്നെ ഉണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ വി ഡി സതീശൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിലല്ല, ഇത് കൃത്യമായ അന്വേഷണം നടത്തിയതാണ്. വർഷങ്ങളായി വിജിലൻസ് ഇതിൽ അന്വേഷണം നടത്തുന്നുണ്ട്. അതിൻ്റെ കൃത്യമായ നടപടിക്രമങ്ങളിലൂടെ തന്നെയാണ്. ആദ്യം പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തി. അങ്ങനെ വിജിലൻസിനെ സംബന്ധിച്ച് ആദ്യം പ്രാഥമിക അന്വേഷണം നടത്തും. ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തിയ ശേഷമാണ് ഇതിൽ കഴമ്പുണ്ട് എന്ന് കണ്ടാൽ FIR രജിസ്റ്റർ ചെയ്ത് വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുക. അങ്ങനെ അന്ന് അന്വേഷിച്ച SP യുടെ റിപ്പോർട്ട് പ്രകാരം ഇതിൽ
നിയമലംഘനം നടന്നിട്ടുണ്ട്, അഴിമതി നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്ത് വളരെ വിശദമായ അന്വേഷണത്തിലേക്ക് വിജിലൻസ് നടക്കുകയും ഈ പറയുന്ന തെളിവുകളൊക്കെ വിജിലൻസ് സമാഹരിക്കുകയും ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ എത്തിയ കൺക്ലൂഷൻ, അവരുടെ വിലയിരുത്തൽ തന്നെയാണ് ഇത് വലിയ അഴിമതി നടന്നിട്ടുണ്ട്, CBI പോലുള്ള അന്വേഷണ ഏജൻസികൾ തന്നെയാണ് ഇക്കാര്യത്തിൽ തുടർന്ന് നടപടികൾ സ്വീകരിക്കേണ്ടത് എന്ന നിഗമനത്തിലേക്ക് എത്തിയതും ആ സാഹചര്യത്തിൽ തന്നെയാണ്. വിനീഷ. ശരി ഉമേഷ്.